ഹലോ, ഇന്ന് നമുക്കൊരു അടിപൊളി ബീഫ് ഫ്രൈയുടെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, പാകത്തിനൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 2 ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴണ്ട് വരുന്ന സമയത്ത് കുറച്ച് തേങ്ങയുടെ പീസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബീഫിൽ നല്ലതുപോലെ മസാല പിടിക്കുന്നവരെ മിക്സ് ചെയ്തെടുക്കണം. കുറച്ചൊരു മസാല നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ തീയിൽ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടെടുക്കാം. അടച്ചു വെച്ചതിന് ശേഷം പിന്നീട് നമുക്കിത് അടപ്പ് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ചെറിയ തീയിൽ നമുക്ക് തീ വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കുമ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റിനുള്ള ബീഫ് ഫ്രൈ റെഡി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബീഫ് ഫ്രൈ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻസൊക്കെ അറിയിക്കുക. പുതിയ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്